നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയിലും വന്യജീവി ആക്രമണവും കാരണം ജനം പൊറുതിമുട്ടുകയും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുകയും ചെയ്തതോടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കിളിപോയി. അങ്ങനെയാണ് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കായി സംഘടിപ്പിച്ച മുഖാമുഖ പരിപാടിയുടെ ഉദ്ഘാടനത്തിന് ശേഷം അവതാരകയുടെ നേർക്ക് മുഖ്യൻ ഉറഞ്ഞു തുള്ളിയത്. നന്ദി സാർ, വളരെ നല്ലൊരു ഉദ്ഘാടന പ്രസംഗം നടത്തിയതിന് എന്ന് പറഞ്ഞ അവതാരകയോട് നേരെ മുഖ്യ കയർത്തു. അല്ല, അമ്മ അതിന് കമൻ്റ് ഒന്നും വേണ്ട, നിങ്ങൾ ആളെ വിളിക്കുന്നുണ്ടെങ്കിൽ വിളിക്കുക എന്നായിരുന്നു മുഖ്യന്റെ രോഷം. എല്ലാ രീതിയിലും സർക്കാർ പരാജയപ്പെട്ടതോടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും കടുത്ത ഫ്രസ്ട്രേഷനിലാണ്. ഇവർ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു കാര്യവും സംസ്ഥാനത്ത് നടക്കുന്നില്ല. ചരിത്രത്തിൽ ആദ്യമായി ശമ്പളം മുടങ്ങിയതിന് പിന്നാലെയാണ് വന്യജീവി ആക്രമണത്തിൽ ദിവസവും 2-3 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്ക് പറ്റുകയും ചെയ്തത്. കഴിഞ്ഞ മാസം വയനാട്ടിലടക്കം ഇത്തരം സംഭവങ്ങൾ ഉണ്ടായി. ഇടുക്കിയിൽ അരിക്കൊമ്പനും ചക്കരക്കൊമ്പനും പടയപ്പയും കാട്ടിക്കൂട്ടിയ പോലെ കേരളം കണ്ടതാണ്. ഇത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടും ഇതേക്കുറിച്ച് പഠിക്കാനോ ദീർഘകാല പരിഹാരത്തിനുള്ള മാർഗം കണ്ടെത്താനോ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് യാതൊരു ശ്രമവും നടക്കുന്നില്ല. വനമന്ത്രി എ കെ ശശീന്ദ്രൻ ലോക പരാജയമായി മാറി. ഒന്നുകിൽ അദ്ദേഹത്തെ മന്ത്രിസഭയിൽ നിന്ന് മാറ്റി നിർത്തുകയോ അല്ലെങ്കിൽ വകുപ്പ് കെ ബി ഗണേഷ് കുമാറിന് കൈമാറുകയോ വേണം. കാരണം ആനകൾ ഉൾപ്പെടെയുള്ള വന്യജീവികളെ കുറിച്ച് ഗണേഷിന് നല്ല ധാരണ ഉണ്ട്. ഉമ്മൻചാണ്ടി സർക്കാരിൽ വനവകുപ്പ് കൈകാര്യം ചെയ്ത പരിചയവുമുണ്ട്. ശമ്പളം മുടങ്ങിയതോടെ ഇടത് സംഘടന ജീവനക്കാരടക്കം കടുത്ത അതൃപ്തിയിലാണ്. കോവിഡ് കാലത്ത് മലയാളികൾ കടുത്ത പ്രയാസങ്ങളിലൂടെ കടന്നുപോയപ്പോൾ സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം നടപ്പാക്കിയത് പിണറായി വിജയനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പാർട്ടിയെയും മുന്നണിയെയും ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സർക്കാർ ജീവനക്കാർ തന്നെ തേച്ചൊട്ടിക്കും. സപ്ലൈകോയിൽ വില കൂട്ടിയതല്ലാതെ ഇതുവരെ ഒരു സാധനവും എത്തിയിട്ടില്ല. ക്ഷേമപെൻഷന്റെ കാര്യം പറയേണ്ടതില്ല. അങ്ങനെ സമസ്ത മേഖലയിലെ ജനങ്ങളും മുഖ്യമന്ത്രിക്കും സർക്കാരിനും ഒരു പണി കൊടുക്കാൻ കാത്തിരിക്കുകയാണ്. ഇത് മനസ്സിലാക്കിയാണ് കൺവീനർ ചിറ്റപ്പൻ ഒരു മുഴ മുന്നേ എറിഞ്ഞത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരം CPM-ഉം BJP-യും തമ്മിലാണെന്ന്, മത്സരം കോൺഗ്രസും BJP-യും തമ്മിലാണെന്ന് പറയുന്നതാകും നല്ലത്. CPM-ഉം സർക്കാരിലുമുള്ള വിശ്വാസം പാർട്ടി പ്രവർത്തകർക്കും അണികൾക്കും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. 150 രൂപ മുതൽ 250 രൂപ വരെയായിരുന്നു വെള്ളക്കരം, 600 മുതൽ 700 രൂപയായി. 1000 മുതൽ 1500 രൂപയായിരുന്ന വൈദ്യുതി ബിൽ 2000 മുതൽ 2500 രൂപയായി. 20 മുതൽ 25 രൂപയ്ക്ക് സപ്ലൈകോയിൽ നിന്ന് 1 കിലോ അരി ലഭിച്ചിരുന്ന ഇപ്പോൾ 45 മുതൽ 60 രൂപയ്ക്ക് അരി വാങ്ങേണ്ട ഗതികേടിലാണ് സാധാരണ ജനം. അപ്പോൾ മുഖ്യമന്ത്രി അലട്ടുന്നത് ക്ലിഫ് ഹൗസിലെ മരപ്പട്ടിയാണ്. മരപ്പട്ടി ഒരു ഭീകരജീവിയെ പോലെയാണ് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത്. കാട്ടാന, പുലി, പന്നി, കാട്ടുപോത്ത് എന്നിവയുടെ ആക്രമണത്തിൽ മനുഷ്യജീവൻ പൊലിഞ്ഞുകൊണ്ടിരിക്കുന്നതൊന്നും അദ്ദേഹത്തിന് ഒരു വിഷയമേ അല്ല. സംസ്ഥാനത്തെ ജനജീവിതം സ്തംഭിപ്പിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ ദിവസവും ഉയർന്നു വരുമ്പോഴും മുഖ്യമന്ത്രി വളരെ ഹാപ്പിയാണ്. മകൾക്കെതിരായ അന്വേഷണവും അതേക്കുറിച്ചുള്ള വാർത്തകളും അപ്രസക്തമായിരിക്കുന്നു. മകളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യുന്ന ആലോചിച്ചുകൊണ്ടിരുന്ന മാധ്യമങ്ങളെല്ലാം വന്യജീവികൾക്കും ശമ്പളത്തിനും പിന്നാലെയാണ്. ശരിക്കും പറഞ്ഞാൽ ഉർവശി ശാപം ഉപകാരം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല സമരത്തിലൂടെ കോൺഗ്രസ് നേട്ടം കൊയ്തത് പിണറായി വിജയന് വലിയ തിരിച്ചടിയായിരുന്നു. 20-ൽ 19 സീറ്റിലും തോറ്റുതൊപ്പിയിട്ടിരുന്നു. ഇത്തവണ അതിലും മോശമായ അവസ്ഥയാണുള്ളത്. എന്നാൽ കോൺഗ്രസിനെ തറപറ്റിക്കാനായി BJP വോട്ടുകൾ വാങ്ങിക്കാനുള്ള ശ്രമം CPM നടത്തുന്നുണ്ടെന്ന കരക്കമ്പി തലസ്ഥാനത്തെ മാധ്യമപ്രവർത്തകർക്കിടയിൽ പ്രചരിക്കുന്നുണ്ട്. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന സ്വപ്നത്തിനായി BJP സഹകരിക്കുമെന്ന പ്രതീക്ഷയാണ് CPM നേതാക്കളിൽ ചിലർക്കുള്ളത്. ഇന്ത്യ TV നടത്തിയ സർവേയിൽ CPM-ന് കേരളത്തിൽ ഒരു സീറ്റ് പോലും ലഭിക്കില്ലെന്നും BJP-ക്ക് 3 സീറ്റ് കിട്ടുമെന്നും പ്രവചിക്കുന്നു. ഏറെക്കുറെ വിശ്വസനീയമായ ചാനലാണ് ഇന്ത്യ TV. തെരഞ്ഞെടുപ്പ് അടുക്കുന്തോറും സർക്കാർ കൂടുതൽ കുരുക്കുകളിലേക്ക് മുങ്ങിത്താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ കൊലപാതകവും പ്രതികളെ രക്ഷിക്കാനുള്ള സർക്കാർ CPM നീക്കവും വലിയ പ്രതിഷേധത്തിനിടയാക്കിയിരിക്കുകയാണ്. CPM-ലേക്കുള്ള ഗുണ്ടകളുടെ റിക്രൂട്ടിംഗ് കേന്ദ്രമായി SFI അധം പതിച്ചിരിക്കുന്നു. എന്നിട്ടും തെറ്റ് തിരുത്താൻ പാർട്ടി തയ്യാറാകുന്നില്ല. ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ CPM പ്രവർത്തകരടക്കം വലിയ എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് മുൻകൂട്ടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് പ്രചാരണം തുടങ്ങിയതിന്റെ ഗുണം ലഭിക്കില്ലെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കും മകൾക്കും എതിരായ ആരോപണങ്ങളിലും കേസുകളിലും കേന്ദ്ര നേതൃത്വത്തിലും സംസ്ഥാന നേതൃത്വത്തിലും ഉള്ള പലർക്കും കടുത്ത അതൃപ്തിയുണ്ട്. അവരത് പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും ലോക്സഭയിൽ തോൽവിയുടെ ആഴം കൂടുന്തോറും പിണറായിയുടെ കസേരയുടെ കാലിന്റെ ബലവും കുറയും.